പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ വായിച്ച ഒരു ട്രോള് ഇങ്ങനെയായിരുന്നു. പാവപ്പെട്ട ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി പറഞ്ഞു, സാറേ, എൻ്റെ 1.5 പവൻ മാല കള്ളൻ കൊണ്ടുപോയി. സാറേ, ഒന്ന് സഹായിക്കണേ, ഒന്ന് രക്ഷിക്കണേ. അവിടുത്തെ SHO അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കാം കണ്ടെത്തി തരുവാനായിട്ട്. പക്ഷേ അമ്മച്ചി കൂടി ഒന്ന് സഹകരിക്കണം. അമ്മച്ചി കാര്യമായിട്ട് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കണം, മാല തിരികെ കിട്ടുവാനായിട്ട്. ഞങ്ങളും മാക്സിമം പരിശ്രമിക്കാം. ഇത് കേട്ട് ആ അമ്മച്ചി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്വയം പറഞ്ഞു, ദൈവത്തിന് വരെ സ്വന്തം സ്വർണം സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല, പിന്നെയാണോ എൻ്റെ 1.5 പവൻ നേടിത്തരുവാനായിട്ട് സാധിക്കുക? ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും ആഭരണ കൊള്ളയും ആത്മീയ കച്ചവടം നടത്തുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്, ഈ പ്രവൃത്തികൾ അധികം നടത്തുന്നത് അവിശ്വാസികളോ നിരീശ്വരവാദികളല്ല, മറിച്ച് വിശ്വാസികളിൽ ചിലരാണ്. ദൈവത്തിൻ്റെയും ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും പേരിൽ പല സ്ഥലങ്ങളിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. ചിലപ്പോഴെല്ലാം ചിലരുടെ പ്രാർത്ഥന കാപട്യത്തിൻ്റെയും ആത്മീയ കച്ചവടത്തിൻ്റെയും കൊള്ളയുടെയും വേദിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് വചനഭാഗത്ത് അപ്രകാരമുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. ജീവിതത്തിലെ കാപട്യത്തെ തുറന്നു കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം ഈശോയുടെ ഉപയോഗിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയ 2 പേരെ ഈശോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. ലൂക്ക 18:9 മുതൽ 14 വരെയുള്ള വചനത്തിൽ, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറുത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ഇരുവരും ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എത്തി. പക്ഷേ അവരുടെ മനസ്സ്, അവരുടെ നിലപാട്, അവരുടെ ഹൃദയം എല്ലാം തമ്മിൽ തീർത്തും വ്യത്യസ്തമായിരുന്നു. കാപട്യം നിറഞ്ഞ പ്രാർത്ഥനയാണ് ഫരിസേയൻ്റെ പ്രാർത്ഥന. ഫരിസേയൻ നടത്തുന്നത് നീതീകരണത്തിൻ്റെ, സ്വയം പുകഴ്ചയുടെയും സ്വയം മഹത്വീകരണത്തിൻ്റെയും പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കാപട്യമായി മാറ്റപ്പെടുമ്പോൾ അതിൽ ദൈവികത ഇല്ലാതായിത്തീരുന്നു. പ്രാർത്ഥന അധര വ്യായാമമായി മാറുന്നു. എന്നാൽ പ്രാർത്ഥന എളിമ നിറഞ്ഞതാകുമ്പോൾ ദൈവസന്നിധിയിൽ മൂല്യമുള്ളതായി മാറുന്നു. അതിനാൽ തന്നെയാണ് ചുങ്കക്കാരൻ വളരെയധികം നീതീകരിക്കപ്പെട്ടവനായിട്ട് സമാധാനത്തോടുകൂടെ വീട്ടിലേക്ക് മടങ്ങിയത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പലപ്പോഴും നിയമജ്ഞരുമായിട്ടും ഫരിസേയരുമൊക്കെ വിമർശിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈശോ അവരെ വിമർശിക്കുവാൻ കാരണം അവരുടെ കാപട്യമായിരുന്നു, ജീവിതത്തിലെ കപടതയായിരുന്നു. കാരണം പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവുമെല്ലാം. ആയതിനാലാണ് ഈശോ അവരെ ഇങ്ങനെ വിമർശിക്കുന്നത്. ലൂക്ക 11:42 മുതൽ 47 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകൾ, പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു.
യേശു പറഞ്ഞു, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു, നിങ്ങളോ അവരെ സഹായിക്കുവാൻ ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല. വീണ്ടും ഈ ഫരിസേൻ്റെ കാപട്യം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് നന്ദി പറയുന്നുവെന്ന് തോന്നുന്ന രീതിയിലാണ് ഫരിസേൻ പ്രാർത്ഥന ആരംഭിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ സ്വയം പുകഴ്ത്തുകയാണ് ചെയ്തത്. ദൈവത്തെ അനുസ്മരിച്ചുവെങ്കിലും ദൈവത്തെ ആവശ്യമില്ലെന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. ഞാനെന്ന വാക്കിൽ കുടുങ്ങിയ പ്രാർത്ഥനയായിരുന്നു ഫരിസേൻ്റെത്. ഞാൻ ചെയ്യുന്നു, ഞാൻ കൊടുക്കുന്നു, ഞാൻ നല്ലവനാണ്. ദൈവത്തിന് മുന്നിൽ വിനയം കാണിക്കാതെ ചുങ്കക്കാരനെ ആക്ഷേപിച്ച് പുച്ഛിച്ചു തള്ളി. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന മനോഭാവമാണ് ഫരിസേൻ പുലർത്തിയത്. നമ്മളിലും ഈ മനോഭാവങ്ങൾ രൂപപ്പെടാറില്ലേ? ഐ ആം ഓക്കെ, ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ, ഞാൻ പരിപൂർണൻ, ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തി, ഞാൻ മാത്രമല്ല. കാപട്യത്തിൻ്റെ മൂർധന്യ അവസ്ഥയാണത്. ദൈവ തിരുസന്നിധിയിൽ കാപട്യത്തിൻ്റെ ഗർവിൻ്റെ പ്രവൃത്തികൾ വീണ്ടും അവൻ്റെ ഭക്ത അഭ്യാസങ്ങൾ കാണുവാൻ സാധിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഇങ്ങനെ ചെയ്യണമെന്ന് നിയമം അനുശാസിച്ചിട്ടില്ല. പാപപരിഹാര പെരുന്നാളിന് ഒരുക്കമായിട്ട് ഉപവസിക്കേണ്ടതിനെക്കുറിച്ചുള്ള നിയമം ലേവ്യർ 16:29 സംഖ്യ 29:7 പ്രതിപാദിക്കുന്നുണ്ട്. തിരുഗ്രന്ഥമോ യഹൂദ റബ്ബിമാരുടെ മുഖ്യ ധാര പാരമ്പര്യമോ ഏതൊക്കെ ദിവസങ്ങളിലോ എത്ര പ്രാവശ്യമോ ഉപവസിക്കണമെന്നതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. റബ്ബനിക് പാരമ്പര്യത്തിൻ്റെ ഒരു ഉപശാഖ ഉദാഹരണമായിട്ട് തിങ്കൾ, വേഴം എന്നീ ദിവസങ്ങളിലെ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതും ഇത്തരം വ്രതാനുഷ്ഠത്തെക്കുറിച്ച് ഏറെ കരുതലോടെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ അസാധാരണമായ വ്രതാനുഷ്ഠാനം പാലിക്കുന്ന ഭക്തനാണെന്ന് ഫരിസേൻ ദൈവസന്നിധിയിൽ വീമ്പടിക്കുന്നു. സകല സമ്പാദ്യത്തിൻ്റെയും ദശാംശം നൽകുന്നുവെന്ന്. ദൈവഭക്തി പരിശീലിക്കുവാൻ വേണ്ടി ആണ്ടുതോറും കാർഷിക ഫലങ്ങളുടെ ദശാംശവും ആടുമാടുകളുടെ ഉൾപ്പെടെ കടിഞ്ഞൂലും ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് തിരുഗ്രന്ഥ നിയമം അനുശാസിച്ചിരുന്നു. ഈ നിയമം ഫരിസ്യ സംഘം വിപുലീകരിച്ചു. സാധാരണക്കാർ പ്രഥമ ദശാംശം കൊടുക്കുമ്പോൾ ഫരിസ്യർ ദ്വിതീയ ദശാംശം നൽകിപ്പോന്നു. ദശാംശ കാര്യത്തിലും താൻ സാധാരണക്കാരിൽ നിന്നും ഏറെ ശ്രേഷ്ഠനാണെന്ന് ഭൂമിയിലെ ഫരിസേൻ ദൈവസന്നിധിയിൽ അവകാശപ്പെടുകയാണ്. തനിക്ക് ദൈവത്തിൽ നിന്നും നീതീകരണം ആവശ്യമാണെന്ന് വിചാരമേ അവനുണ്ടായിരുന്നില്ല. അവൻ്റെ വാക്കുകൾ പ്രാർത്ഥനയുടേതല്ല, മറിച്ച് അവകാശത്തിൻ്റെതായിരുന്നു, കാപട്യത്തിൻ്റെതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില അവസരങ്ങളിൽ നമ്മളും ഇപ്രകാരം അവകാശവാദം ഉന്നയിക്കാറില്ലേ? ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ല വിശ്വാസ ജീവിതം നയിക്കുന്നു, ഞാൻ എന്നും കുർബാനയിൽ പങ്കെടുക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നു, ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നു, ഞാൻ ദേവാലയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ മറ്റുള്ളവരെക്കാൾ ഭക്തനാണ്, ഞാൻ പ്രാർത്ഥന സംഘത്തിൽ സജീവനാണ്. ചില കുമ്പസാര വേളകളിലും നമ്മൾ പറയാറുണ്ട്, അവൻ എന്നെ പാപത്തിലേക്ക് നയിച്ചു, അവൾ എന്നെ പാപത്തിലേക്ക് നയിച്ചു. ഭർത്താവ് കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നില്ല, മക്കൾ കടമകൾ നിറവേറ്റുന്നില്ല. സ്വന്തം പാപാവസ്ഥ പറയാതെ നമ്മളും അവനിൽ കുറ്റം ആരോപിക്കുന്നു. എന്നാൽ ചുങ്കക്കാരൻ്റെ മനോഭാവം വ്യത്യസ്തമായിരുന്നു. താൻ പാപിയാണെന്നും അനർഹനാണെന്നുമുള്ള അവബോധമാണ് ചുങ്കക്കാരൻ നയിച്ചത്. ദൈവകരുണയിൽ ആശ്രയിക്കുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ മുൻപിലെ വഴി. അവൻ്റെ അയോഗ്യത ബോധം ആവിഷ്കരിക്കുന്ന 4 കാര്യങ്ങൾ ലൂക്കാസ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് കുറിച്ചു വച്ചിട്ടുണ്ട്. അവൻ ദൂരെ നിന്നു, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുവാൻ ധൈര്യപ്പെട്ടില്ല, മാർത്തടിച്ച ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. സങ്കീർത്തനം 51 ദാവീദിൻ്റെ അനുതാപ കീർത്തനത്തിൻ്റെ ചൈതന്യമാണ് അവനെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ഫരീസേൻ്റെതിന് നേരെ വിപരീതമായിട്ടുള്ള സമീപനമായിരുന്നു ചുങ്കക്കാരനത്. ചുങ്കക്കാരൻ താൻ പാപി എന്ന അവസ്ഥയിലേക്കും തൻ്റെ അനർഹതയിലേക്കും ദൈവകരുണയിലേക്കും മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധയും ആശ്രയവും. തത്ഫലമായിട്ട് അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങി. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഫരിസൻ അയാൾ പാപിയല്ല, മതമനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു ജീവിക്കുന്ന നീതിമാനും ഭക്തനുമായവനായിരുന്നു. പക്ഷേ
നല്ലൊരു മത അനുയായി ജീവിച്ചാൽ പോലും പാപിയായ ചുങ്കക്കാരൻ്റെ അത്ര നീതീകരിക്കപ്പെടില്ലെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. സമാനമായിട്ടൊരു പാഠം യേശു മലയിലെ പ്രസംഗത്തിൽ നൽകുന്നുണ്ട്. മത്തായി 5:20 നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്തേക്ക് കടക്കുന്നിടത്താണ് നീ നീതീകരിക്കപ്പെടുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നീ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന മതാചാരങ്ങൾ കൊണ്ടോ നിൻ്റെ പരിശ്രമം കൊണ്ടോ നീതീകരിക്കപ്പെടാനാവുമെന്ന് കരുതുന്നത് അബദ്ധമാണ്. നീതീകരണവും രക്ഷയും യഥാർത്ഥത്തിൽ കൃപയാണ്, ദൈവദാനമാണ്. അത് സ്വീകരിക്കുവാനുള്ള തുറവിയുള്ളവനായിരിക്കുക എന്നതാണ് പ്രധാനം. യേശു കൊണ്ടുവന്ന മാറ്റവും ഇതാണ്. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നു, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാപട്യത്തിൻ്റെ പ്രാർത്ഥനയാണ് ഫരിസൻ നയിച്ചത്. ചുങ്കക്കാരനാകട്ടെ കൃപയുടെ പ്രാർത്ഥനയും. ആയതിനാൽ വചനം നമ്മളെ ക്ഷണിക്കുന്നു കാപട്യത്തിൽ നിന്നും കൃപയിലേക്ക് യാത്ര ചെയ്യുവാൻ, സ്വന്തം കരബലത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരബലത്തിൽ ആശ്രയിക്കുവാൻ. 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കും, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ജീവിതത്തിലെ കാപട്യം എല്ലാം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാപട്യത്തിൽ നിന്നും കൃപയിലേക്ക് യാത്ര ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.